നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഭരതനാട്യത്തിലെ തട്ടടവും നാട്ടടവും എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരവലടവാണ്. പരവലടവ് 4 എണ്ണമാണുള്ളത്. പരവലടവും ആദ്യ താളത്തിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ ചൊല്ലെങ്ങനെയാണെന്ന് നോക്കാം. ത തെയ് തെയ് താം ധി തെയ് തെയ് ത. ഇങ്ങനെയാണ് പരവലടവിന്റെ ചൊല്ല് വരുന്നത്. 4 പരവലടവാണുള്ളത്. ഒന്നാമത്തെ പരവലടവ് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ഒന്നാമത്തെ പരവലടവിൽ നമ്മൾ പതാക, ത്രിപതാക, കടകാമുഖം ഈ 3 മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. പതാക, ത്രിപതാക, കടകാമുഖം ഈ 3 മുദ്രകളുമാണ് ഒന്നാമത്തെ പരവലടവിൽ ഉപയോഗിക്കുന്നത്. ആദ്യം സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം അരമണ്ഡലം ഇരുന്ന് താന്നിരുന്നിട്ട് ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെയാ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയതം. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ ആയതം ആ പൊസിഷനിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ത, പിന്നെ അടുത്ത ചവിട്ടുന്നത് ഇച്ചിരി ഇങ്ങോട്ട് നീട്ടി. അതിന് പറയുന്നത് പ്രേരിതം എന്നാ പറയുന്നത് ഇങ്ങനെ ചവിട്ടുന്നതിന്. അപ്പം ആയതം, പ്രേരിതം, സ്വസ്തികം, ത. ഇങ്ങനെ കാല് വെക്കുന്നതിന് സ്വസ്തികം എന്നാണെന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയതം, പ്രേരിതം, സ്വസ്തികം, ത. അങ്ങനെയാണ് കാല് വരുന്നത്. ഇനി കൈ എങ്ങനെയാണെന്ന് നോക്കാം. കൈ ത തെയ് തെയ് താം ധി തെയ് തെയ് താം. പിന്നെ റൈറ്റ് സൈഡിലോട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈയാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ത തെയ് തെയ് താം ധി തെയ് തെയ് താം. റൈറ്റ് സൈഡിലോട്ട് ഇത്രയും വരുമ്പോഴാണ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ചെയ്യും. നമുക്ക് കൈയും കാലും കൂടെ ഒരുമിച്ച് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തൂം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. അതേപോലെ ഇനി ലെഫ്റ്റ് സൈഡിൽ ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്പീഡാണ് നമ്മളിപ്പോൾ കളിച്ചത്. സെക്കൻഡ് സ്പീഡിലൂടെ ഒന്ന് കാണിച്ചു തരാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്പീഡും ചെയ്ത് കാണിക്കാത്തത്. സെക്കൻഡ് സ്പീഡിലൂടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണത്തു ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പരവലടവ് രണ്ടാമത്തെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. പരവലടവ് 2 ചെയ്യുമ്പോൾ കടകാമുഖവും അലപത്മവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്റ്റെപ്പ് ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് സ്റ്റെപ്പ്. പക്ഷെ പൊസിഷനിൽ ചില വ്യത്യാസങ്ങൾ വരും, അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ഇപ്പൊ ചെയ്ത പോലെ തന്നെ ത തെയ് തെയ് താം ധി തെയ് തെയ് താം. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് ചെയ്യണം. ത തെയ് തെയ് താം ധി തെയ് തെയ് താം. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് നിന്നിട്ട് ത തെയ് തെയ് താം ധി തെയ് തെയ് താം. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് ത തെയ് തെയ് താം ധി തെയ്
തെയ് ത. ഇത്രയും വരും റൈറ്റ് സൈഡിലെ സ്റ്റെപ്പ്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും വരും. ഇതിന്റെ കൈകൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെയാണ് കൈകൾ വരുന്നത്. ഇനി കൈയും കാലും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തോം ത തെയ് തെയ് താം. അപ്പൊ കൈകൾ പോകുന്നതിനനുസരിച്ച് തന്നെ കണ്ണും റൈറ്റ് സൈഡിലോട്ട് ചെരിയുമ്പം റൈറ്റ് സൈഡിലോട്ട് ചെറുതായിട്ട് ചെരിയുകയും വേണം. ഒന്നുകൂടെ. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തോം ത തെയ് തെയ് താം ധി തെയ് തെയ് താം. 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 ഇങ്ങനെയാണ് റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്ങിണത്തും ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഓഡിയൻസിന്റെ നേരെ വരുന്ന ഭാഗം ലെഫ്റ്റ് സൈഡാ ചെയ്യേണ്ടത്. ത തെയ് തെയ് താം ധി തെയ് തെയ് താം. എന്നിട്ട് റൈറ്റ് സൈഡ്. ത തെയ് തെയ് താം ധി തെയ് തെയ് താം. ഇങ്ങനെയാണ് പരവലടവ് 2 ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി 2 സ്റ്റെപ്പും കൂടെ ഉണ്ട്, 2 അടവും കൂടെ ഉണ്ട് പരവലടവില്. അത് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.